അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വസന്ത് സിരേഖ്, എന്താണ് ആശമാരുടെ യഥാർത്ഥ പ്രശ്നം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച CPM-ന്റെ പ്രതിനിധി പറഞ്ഞത്, ഈ ഏത് തരത്തിലുള്ള സമരവും മുമ്പോട്ട് നയിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ ഭരണി പാടി സമരം നയിക്കാമോ എന്ന് ചോദിച്ചാൽ, ഈ ആശമാർ സമരം തുടങ്ങിയതിനു ശേഷം അവർക്കെതിരെ ആരാണ് കൊടുങ്ങല്ലൂർ ഭരണി നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. CITUവിന്റെ നേതാവ് എന്ന നിലയിൽ, CITUവിന്റെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ, പല കേരളത്തിലുള്ളൂ എങ്കിൽ പോലും അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ എളമരം കരീം എങ്ങനെയാണ് സമരത്തെ അപ്രോച്ച് ചെയ്തത് എന്ന് നമ്മൾ കണ്ടല്ലേ. ആശമാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൃത്യമായി യാതൊരു രാഷ്ട്രീയ കൊടിയുടെ പിൻബലമില്ലാതെയാണ് അവർ സമരവുമായി ഇറങ്ങുന്നത്. സമരവുമായി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. അത് മാത്രമല്ല, ആകെപ്പാട് 200 രൂപയാണ് അവർക്ക് ഫോൺ അലവൻസ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെടുന്നത് അവരുടെ റിട്ടയർമെന്റ്. അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ചോദ്യം ഇതായിരുന്നു: ആശമാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് എന്നാണ്. അല്ല, അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അവരെ എംപ്ലോയീസ് ആയിട്ട് അംഗീകരിക്കണ്ടേ? അത് ചെയ്യേണ്ടത് ആരാണ്? അല്ല. ഒന്ന്, അവരെ സംബന്ധിച്ച് അവർ സമരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? 3 മാസത്തെ കുടിശ്ശിക അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ലേ? ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ ഫിക്സഡ് ഇൻസെന്റീവ് കൊടുക്കേണ്ടത് ആരാണ്? ഫിക്സഡ് ഇൻസെന്റീവ് കൊടുക്കേണ്ടത് ആരാണ്? ഈ തൊഴിലാളികളാണ് എന്ന് കേന്ദ്രം അംഗീകരിക്കാത്ത ഇവർ ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിച്ചതിൽ അങ്ങേക്ക് ഉത്തരമില്ലല്ലോ. അതായത് അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് അവരുടെ 3 മാസത്തെ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക നിൽക്കുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ. ആ കുടിശ്ശിക നിൽക്കുമ്പോൾ അവർ കൃത്യമായി പറഞ്ഞെന്താണ്, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ശമ്പളം മേടിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഇത്രമാത്രം തെറ്റുള്ളത്? എന്താണ് ഇത്രമാത്രം അവരെ? അതെ, ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് നാടുകളിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഞാൻ ഇവിടെ പറയേണ്ടി വരുന്നു. കാരണം ഈ ഏതാണ്ട് 100 കോടിയോളം രൂപ നമുക്ക് ഈ വിഷയത്തിൽ മാത്രമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കുടിശ്ശികയുണ്ട്. അത് ഓർമ്മയില്ല. ഫിക്സഡ് ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് പറയാതെ ആ വഴിക്ക് അങ്ങ് വിട്ടുകളയുകയാണ്. എന്ന് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ അവിടെ പോകുന്നു, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, സംസ്ഥാന സർക്കാരിനെതിരായ സമരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥ വിഷയം എന്താണ്? ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ഓണറേറിയം കൊടുക്കുന്ന, ഇൻസെന്റീവും ഒക്കെ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. നിങ്ങളുടെ കർണാടക എടുത്തു നോക്കൂ. കർണാടകയിൽ എത്രയാണ് ഓണറേറിയം കൊടുക്കുന്നത്? തെറ്റാണ്, ഒരിക്കലുമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് കേരളമല്ല. നിങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ നുണകൾ പറഞ്ഞാൽ, ഗീബൽസൻ നുണകൾ പറഞ്ഞാൽ അത് സത്യമാകുന്ന കാലഘട്ടം ഹിറ്റ്ലറിന്റെ കാലഘട്ടമാണ്. ഇത് പിണറായി വിജയനല്ലേ പഠിക്കുന്നത്, ഹിറ്റ്ലർ അല്ലല്ലോ. ഗീബൽസൻ നുണ പറഞ്ഞു പോകണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോണറേറിയം ആശമാർക്ക് കൊടുക്കുന്നത് തെലുങ്കാനയാണ്, 2ാമത് ബംഗാളാണ്, 3ാമത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കർണാടകയാണ്, 4ാം സ്ഥാനത്തേ കേരളമുള്ളൂ. കേരളം പുറകിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ സമരത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് 3 മാസം സംസ്ഥാന എന്താണ് അതിന്റെ അടിസ്ഥാനം? ഈ കർണാടകയാണ് 3ാമതെന്ന് താങ്കൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 7000 രൂപയാണ് കേരളത്തിൽ കൊടുക്കുന്നത്, കർണാടക കൊടുക്കുന്നത് 5000 അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, എവിടെ നിന്നാണ് അങ്ങേക്ക് കണക്ക് കിട്ടുന്നത്? താങ്കളുടെ കണക്കൊന്ന് പറയൂ, കേൾക്കട്ടെ. കർണാടക സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അങ്ങൊന്ന് നോക്കൂ, ആശമാർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഹോണറേറിയം എത്രയാണെന്ന്. എന്നിട്ട് അങ്ങൊന്ന് തിരുത്താൻ വരൂ. ഈ കർണാടകയിൽ ഇതുപോലൊരു സമരം നടന്നിരുന്നു. ആശാവർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരെ അവിടെയും നടന്നിരുന്നു. ഇതുപോലെ ഇന്നലെ ഇതുപോലെ വീരാജി കൊടുത്ത കണക്ക് തെറ്റാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് ഡോക്ടർ തരൂരും തിരുത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങേക്കും തിരുത്തേണ്ടി വരും. ഈ പറയുന്ന കണക്കുകൾ കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ സ്ക്രീനിൽ പോകുന്നുണ്ട്. കർണാടക കൊടുക്കുന്ന 5000 രൂപ, കേരളം കൊടുക്കുന്നത് 7000 രൂപ. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, കർണാടക ഈ ഡെക്കാൻ അതിന്റെ മറുപടി KN ഗോപിനാഥ്. അല്ല, എന്തിനാണ് അതിന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത് വായി തോന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയേണ്ടി വരുന്നു, ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഉത്തരവാദിത്വം ഇല്ലാതെ, അടിസ്ഥാനമില്ലാതെ പറയുന്നത്. ആശാ വർക്കർമാർ പോലും ഇത്രയും ദിവസമായി 18-19 ദിവസമായി അവിടെ സമരം നടത്തിയിട്ടും 3 മാസത്തെ കുടിശ്ശിയാന്ന് ഇവരെ പറഞ്ഞിട്ടില്ല. കാരണം അവർ 1 മാസത്തെ കുടിശ്ശിയ പോക്കറ്റിട്ടുണ്ട്, 2 മാസം കുടിശ്ശിയാണ് കൊടുക്കാനുള്ളത്. എങ്ങനെയൊക്കെ 3 മാസം കുടിശ്ശിയാന്ന് അവിടെ നിന്ന് കിട്ടി? ആ 2 മാസം കുടിശ്ശിയ 60% ഫണ്ട് എന്ന് പറയുന്നത് 2000 രൂപ വെച്ചുള്ള ഫിക്സഡ് ഇൻസെന്റീവിന്റെ ഏതാണ്ട് 2 മാസത്തെ കാശ് 97 കോടി രൂപ എന്നുള്ളതാണ് ഈ 100 കോടി രൂപ എന്ന് ഒരു റൗണ്ട് ചെയ്ത് പറയുന്നത്. 97 കോടിയുള്ളൂ, 3 കോടിയാണ് കുറയ്ക്കാം. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കിട്ടേണ്ടത്, 2 മാസം കുടിശ്ശിക. മറ്റൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കേരളം തന്നെയാണെന്ന് കൃത്യമായി നാഷണൽ ഹെൽത്ത് മിഷന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ സൈറ്റിനകത്തുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണേ എടുത്ത് കാണിച്ചു തരാം, കോപ്പി എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ സൈറ്റിനകത്ത് നോക്ക്. 5000 രൂപയാണ് കർണാടക ഗവൺമെന്റ് കൊടുക്കുന്നത്, 2000 രൂപ ഗുജറാത്ത് കൊടുക്കുന്നു.
ഉത്തർപ്രദേശ് 2000 രൂപ കൊടുക്കുന്നു. തെലങ്കാന നിങ്ങൾ ഞാൻ പറയട്ടെ, തെലങ്കാന നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് തെലങ്കാന അല്ലല്ല, ഞാൻ പറയുന്നത് തെലങ്കാന ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് 9,500 രൂപയിൽ 6,750 രൂപയാണ് ഓണറിയം. സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6,750 രൂപയാണ് തെലങ്കാന ഗവൺമെന്റിന്റെ. ഇൻസെന്റീവ് കൂടി ചേർത്ത് ആകെ കിട്ടുന്നത് 9,500. കേരളത്തിൽ 13,200 കൊടുക്കുമ്പോ അവരുടെ തോന്നിവാസം എഴുന്നള്ളിക്കരുത്. കെ എൻ ഗോപിനാഥ് പറഞ്ഞു തീരട്ടെ, അതിനുശേഷം താങ്കളുടെ മറുപടി. കെ എൻ ഗോപിനാഥ് പറഞ്ഞു തീരട്ടെ, അതിനുശേഷം താങ്കളുടെ മറുപടി. വിളിച്ചു പറയുന്ന ഒരാൾ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അദ്ദേഹം പറയുന്ന വിവരക്കേടാണ്. ദിനേശ് ഗുണ്ടു റാവു ഡെക്കാൻ, ഞാൻ അങ്ങേക്ക് വാട്സപ്പിൽ അയച്ചു തരാം ആശയ്ക്ക്. ഡെക്കാൻ ഹെറാൾഡിന്റെ വളരെ കൃത്യമായ റിപ്പോർട്ട് 9 ജനുവരിയിലുണ്ട്. കർണാടകയുടെ ഹെൽത്ത് മിനിസ്റ്റർ ദിനേശ് ഗുണ്ടുറാവു അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് 9,500 ആക്കി ഉയർത്താം, നിലവിൽ 8,500 കൊടുക്കുന്നതെന്ന് അവിടുത്തെ ആശമാരുടെ സമരത്തെ അഡ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ പോലും 5 ലക്ഷം രൂപ ഇൻസെന്റീവ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. 5 ലക്ഷം രൂപ റിട്ടയർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കും. റിട്ടയർ ചെയ്ത് പോകുന്നവർക്ക് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചതല്ലാതെ ഇതേവരെ കൊടുത്തിട്ടില്ല ബംഗാളിൽ പോലും. എന്നിട്ട് നിങ്ങൾ അതിന്റെയൊക്കെ മഹത്വമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇത് എംപ്ലോയീസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. താങ്കൾക്ക് ഇത്രയും സമയം ഞാൻ ഇത്രയും സമയം തന്നല്ലോ, താങ്കൾക്ക് വീണ്ടും സംസാരിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കണം. CITU വർഷങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമുണ്ട്. ഞാൻ ഈ നയം പറയാൻ വേണ്ടി പറയുന്നു എന്നതല്ല, അതല്ല എൻ്റെ ഉദ്ദേശവും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യം കൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഈ തൊഴിലാളികളെ അംഗീകരിച്ചാൽ മാത്രമാണ് മിനിമം വേതനം അടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് അവർക്കൊരു അവസരം ലഭിക്കുകയുള്ളൂ. ഈ തൊഴിലാളികളായെങ്കിലും അംഗീകരിക്കട്ടെ. ആ യാഥാർത്ഥ്യം താങ്കൾ എന്തുകൊണ്ടാണ് പറയാതെ പോകുന്നത്? എന്നോടാണല്ലോ ചോദ്യം. അതെ. ഒരു കാര്യം കൂടി ക്ലാരിറ്റി വരുത്തി പോകണം. അതായത് വളരെ കൃത്യമായി ഞാനിപ്പോ അങ്ങേക്ക് വാട്സപ്പിൽ അയച്ചു തരാം. കർണാടക ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലടക്കം അവർക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 8,000 രൂപയാണ്. അത് കൂട്ടണം എന്ന് പറഞ്ഞാണ് അവർ സമരം ചെയ്തത്. ദിനേശ് റാവു എന്ന് പറയുന്ന കർണാടക ഹെൽത്ത് മിനിസ്റ്റർ ജനുവരി 9-ാം തീയതി ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് 9,500 ആക്കി ഉയർത്തുമെന്ന് വാക്കുകൊടുത്തു. ആ സമരം പിൻവലിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൈരളി ഞാൻ 5 വർഷമായി നിങ്ങൾ 5,000 എന്ന് പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾ 5,000 എന്ന് പറയുന്നത് തെറ്റാൻ സമ്മതിച്ചോ? 5,000 എന്ന് പറയുന്നത് തെറ്റാൻ സമ്മതിച്ചു? അത് തെറ്റൊന്നുമല്ല. ഞങ്ങള് വളരെ കോൺക്രീറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഡാറ്റ എടുത്താ പറഞ്ഞേക്കണേ. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ എവിടുന്നാണ് ഈ കണക്ക് എന്ന് ചോദിച്ചല്ലോ. ഇത് കേരളം മാത്രം പ്രത്യേകിച്ച് ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തിട്ടുള്ള കണക്കാണ് ഈ പറഞ്ഞത്. അല്ലല്ല, എവിടെ നിന്ന് കിട്ടി? കേന്ദ്രത്തിന് നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റാണോ? ആണെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. അതൊരു മാധ്യമമാണ്. താങ്കളോട് ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രം കൊടുത്ത കണക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ടുള്ള കേന്ദ്രം കൊടുത്ത കണക്കാണ് ഈ പറയുന്നത്. തർക്കത്തിന് അത് നമുക്ക് പറയാം. പക്ഷെ എന്നാലും എന്റെ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് ഞാൻ ചോദിച്ചു, തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എങ്കിൽ മാത്രമാണ് മിനിമം വേതനം, ഫിക്സഡ് ഇൻസെന്റീവ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അംഗീകാരം ഈ ആളുകൾക്ക്, ആശാവർക്കർമാർക്ക് കിട്ടുകയുള്ളൂ. അതിലൊക്കെ നടപടി എടുക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ കേരള സർക്കാരിനെതിരെ ഒരു സമരം നടക്കുമ്പോൾ ആ സമയം പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്താണ്? സാമാന്യ ജനം നോക്കിക്കാണുമ്പോൾ ഈ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാതെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുണ്ട് എന്നൊന്ന് കോട്ട് ചെയ്യണ്ടേ? ഞാൻ ക്ലിയർ ആയിട്ടാണ് അതിന്റെ അത് വ്യക്തത വരുത്തിയത്. ഞങ്ങളല്ല തെറ്റിദ്ധരിപ്പിക്കുന്നത്, നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇപ്പൊ പോലും സ്ക്രീനിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 5,000 കർണാടക കൊടുക്കുന്നത്. തെറ്റാണ്, അത് വളരെ ക്ലിയർ ആയിട്ട് തെറ്റാണ്. ഞാൻ അങ്ങേക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഈ തർക്കം ഞാൻ ഇപ്പോഴും പറഞ്ഞു, കേന്ദ്രം കൊടുത്ത കണക്കാണ്, കേന്ദ്രം തന്ന കണക്കാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ ഇപ്പോഴും അതിൽ മാത്രം പിടിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളെ, ഇതിലെ യഥാർത്ഥ വിഷയങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇതിൽ മാത്രം, ഈ കണക്ക് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തന്നെ നിൽക്കുകയാണ്. മറ്റു വിഷയങ്ങളിലേക്ക് കടന്നിട്ടില്ല, യഥാർത്ഥ പ്രശ്നം സംസാരിക്കുന്നില്ല. ഇൻസെന്റീവ് ശരി, ഓണറേറിയം കൊടുക്കുന്ന കാര്യത്തിൽ ഓണറേറിയം മാത്രമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ആണോ? അല്ല. താങ്കൾ പറഞ്ഞു ഈ 3 മാസത്തെ കണക്ക് പറഞ്ഞു, 3 മാസം
മാസമല്ല, 1 മാസമേ ഉള്ളൂ എന്ന് മാത്രമല്ല കേന്ദ്രം കൊടുക്കേണ്ട കാര്യം, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. കേന്ദ്രം കൊടുക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഒന്നും വ്യക്തത വരുത്താതെ കേരളത്തിൽ മാത്രം ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന സമയത്ത് എത്ര രൂപയായിരുന്നു ഇവർക്ക് ഓണറേറിയം ഉണ്ടായിരുന്നത്? ഇപ്പോഴെത്രയാണ് ഓണറേറിയം ഉള്ളത്? മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുന്നതും ആ തർക്കം അവിടെ നിൽക്കട്ടെ. ആ സമയം യാഥാർത്ഥ്യം എന്താണ്? കൊടുക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാർ മാത്രമാണോ? ശരിക്കും കൊടുക്കേണ്ടത് ആരാണ്? ഇനി ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഒന്ന്, അങ്ങ് പറഞ്ഞു ഏത് മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ എന്ന്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് തന്നെയാണ് ആ കമ്പാരിസൺ എടുത്തിട്ടത്. ഞാനത് തെറ്റാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. ഇനി അങ്ങയുടെ ചോദ്യം, CPM പ്രതിനിധിയും പറഞ്ഞു ഞാൻ പറഞ്ഞ തെറ്റാണ്. ഏത് 3 മാസത്തെ ഡിലേ ഇല്ലായിരുന്നു, പെൻഡിങ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് 1 മാസം. ഞാൻ ഒരു മിനിറ്റ് സമയം ഇതിനിടയ്ക്ക് ഒന്ന് എടുക്കുകയാണ്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തതല്ല എന്ന് കാണിക്കാൻ കൃത്യമായ ഒരു വാർത്ത നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. കർണാടകയിൽ എത്രയാണ് ഓണറേറിയം കിട്ടുന്നത്, ഇൻസെന്റീവ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയാമോ എന്ന കാര്യമൊക്കെ നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത ഒന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി. കർണാടകയിൽ ഗ്രാമീണ നഗരമേഖലകളിലായി 42,000-ഓളം ആശാവർക്കർമാരാണ് ജോലി ചെയ്യുന്നത്. മാതൃശിശു സംരക്ഷണവും പൊതുജനാരോഗ്യ സംരക്ഷണവും ഉൾപ്പെടെ ചെയ്യുന്ന ജോലിക്ക് അർഹമായ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് കർണാടകയിലെ ആശാവർക്കർമാർ. 5,000 രൂപ ഓണറേറിയമാണ് കർണാടക സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്നത്. കേരളത്തിൽ ലഭിക്കുന്നതാകട്ടെ 7,000 രൂപ. ഗൃഹസന്ദർശനം ഉൾപ്പെടെ എല്ലാ ദിവസവും ഫീൽഡ് ജോലി ചെയ്താൽ കർണാടകയിൽ പരമാവധി ലഭിക്കുന്ന ഇൻസെന്റീവ് 2,500 രൂപയാണ്. അതേസമയം കേരളത്തിൽ ശരാശരി 6,500 രൂപ ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. 2-3 മാസം വൈകിയാണ് കർണാടകയിൽ വേതനം കിട്ടുന്നതെന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലെ പാണാജെ പഞ്ചായത്തിലെ ആശാവർക്കറായ ഉഷ പറഞ്ഞു. മാസമാസം വരുന്നില്ല, എപ്പോഴാണെങ്കിലും വരുന്നത് അതെ 5,000. പിന്നെ ഇൻസെന്റീവ് ഇങ്ങനെ 2,500 ഞങ്ങൾ പണിയെടുത്ത അങ്ങനെ ഇൻസെന്റീവ് എത്ര കിട്ടുന്നുണ്ട്? 2,500. ആരോഗ്യപരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന ആശാവർക്കർമാർക്ക് കിട്ടുന്ന വേതനം അപര്യാപ്തമാണെന്ന് പാണാജെ പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂനത്തുൽ മെഹ്റ പറഞ്ഞു. അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് കിട്ടുന്നില്ല. നല്ലോണം അവർക്ക് ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്കിൽ അവർ പണി ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം അവർ ചെയ്യുന്ന ജോലിക്ക് മതിയാവില്ല. കൂടുതൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കർണാടകയിലെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് ബംഗളൂരുവിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരിയിൽ ആശാവർക്കർമാർ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. 10,000 രൂപയായി വേതനം വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി കർണാടക സർക്കാർ സമരം ഒത്തുതീർത്തെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഓണറേറിയവും ഇൻസെന്റീവും ഉൾപ്പെടെ കേരളത്തിൽ ലഭിക്കുന്നതിന്റെ പകുതി വേതനം മാത്രമാണ് കർണാടകയിലെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭപാതയിലാണ് ആശാവർക്കർമാർ. പാണാജയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ. യെസ്, അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, ആ വാർത്തയ്ക്കിടയിലുള്ള ഒരു ആശാവർക്കറുടെ പ്രതികരണം താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് എത്ര രൂപയാണ് കർണാടകയിൽ ഇൻസെന്റീവായി കൊടുക്കുന്നതെന്നും ഒപ്പം ഓണറേറിയമായി എത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൈരളി ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് ഇനി താങ്കൾ പറയുന്നുണ്ടോ? വളരെ പെട്ടെന്ന് വേണം, എനിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഞാനിപ്പോ അങ്ങേക്ക് അയച്ചിരിക്കുന്ന വാർത്തയിൽ നോട്ട് 8,000 ബട്ട് 9,000 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമരത്തിന്റെ പ്ലക്കാർഡ് ഉണ്ട്. ഇനി നിങ്ങളുടെ വാർത്തയുടെ സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. 2 കർണാടക ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുണ്ട്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കർണാടക ഗവൺമെന്റിനെ നിയമപരമായി മുമ്പോട്ട് പോകണം. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ സമരം തുടങ്ങുമ്പോൾ 3 മാസത്തെ ഡിലേ ഉണ്ടായിരുന്നു. നിലവിൽ അത് 1 മാസത്തെ മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് നിസ്സംഗത പാലിക്കുന്നു എന്നതിനകത്ത് ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ സമരമുഖത്ത് ഇറങ്ങേണ്ടതാണോ എന്നതിലും ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. എന്ന് വെച്ചാൽ എല്ലാം കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ്. സമരമുഖത്ത് ഇറങ്ങേണ്ടത് തന്നെയാണ്, അതിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, സമരമുഖത്ത് ഇറങ്ങേണ്ടത് തന്നെയാണ്. പക്ഷേ ആർക്കെതിരെയാണ് സമരം എന്നത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഒരു കാര്യം കൂടി സമയം പോവാണല്ലോ. ഒരു കാര്യം കൂടി, ഇനി ഇതേ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്ന അതേ സമയത്ത് നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്ത് തോമസ് മാഷുണ്ടല്ലോ, ഡൽഹി നമ്മുടെ എറണാകുളത്തു നിന്നുള്ള തിരുതവീനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള തോമസ് മാഷ്, ആ മാഷിനെ എന്തിനാണ് അവിടെ കൊണ്ടുവരുത്തിയിരിക്കുന്നത്? താങ്കൾ ഇപ്പോൾ നടത്തിയത് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമുണ്ട്. പക്ഷെ താങ്കൾ ഇപ്പോൾ നടത്തിയ പ്രയോഗമുണ്ടല്ലോ, അത് വർഗീയ പരാമർശമാണ് എന്നത് അല്ലെങ്കിൽ
അപ്പൊ അത് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് പ്രതിമാസം ലക്ഷങ്ങൾ കൊടുത്ത് അങ്ങനെ ഒരു ആളെ സ്പെഷ്യൽ ഗവൺമെന്റ് പോസ്റ്റിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്? അഡ്വക്കേറ്റ് വസന്ത് സിരി, ഞാൻ തൽക്കാലം ഇടപെടുകയാണ്, സമയക്കുറവ് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, എന്റെ ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും താങ്കൾ മറുപടി തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സമരം നടക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്നുള്ള ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും താങ്കൾക്ക് അത് മറുപടി നൽകുന്നില്ല. തൊഴിലാളികൾ എന്ന കാര്യത്തിലെങ്കിലും അവർക്കൊരു ലേബൽ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? അതിന് സമരം വേണ്ടേ? അവിടെയല്ലേ സമരം വേണ്ടത് എന്ന ചോദ്യത്തിന് താങ്കൾ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഊന്നി, ആ കണക്കുകളിൽ മാത്രം പിടിച്ചുകൊണ്ട് താങ്കൾ ഈ ചർച്ചയെ വഴിതിരിക്കാൻ ശ്രമിച്ചു എന്നുകൂടി ഞാൻ പറയേണ്ടി വരുന്നു. അഡ്വക്കേറ്റ് വസന്ത് സിരി